നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീജ, ഇന്നലെ ഷാഫി മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ പൊട്ടിച്ചത് വലിയൊരു ബോംബ് തന്നെയായിരുന്നു. കാരണം ഷാഫിയെ ഉപദ്രവിച്ചത് ആരാണ്, ആ ഒരു ആക്രമണകാരിയായിട്ടുള്ള പോലീസ് ഗുണ്ട ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഷാഫി ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അഭിലാഷ് ഡേവിഡ് എന്ന CPM ഗുണ്ട തന്നെ, പോലീസ് ഗുണ്ട തന്നെ എന്ന് പറയേണ്ടി വരും. അഭിലാഷിന്റെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഭയങ്കരമാണ്. കൃത്യമായിട്ട് വഞ്ചിയൂർ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോഴും CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന പക്ക CPM-കാരൻ തന്നെയാണ് അഭിലാഷ് ഡേവിഡ്. അപ്പോൾ ഇത്തരത്തിൽ അഭിലാഷ് ഡേവിഡിന്റെ ഒരു ആണ് തന്നെ ആക്രമിച്ചതെന്ന് വീഡിയോ സഹിതം തെളിവ് സഹിതം ഷാഫി പുറത്തു വിട്ടിട്ട് പോലും ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പോലീസ് പോലും മൊഴിയെടുത്തില്ല. ഇത്രയും ദിവസമായിട്ട് ഒരു MP-ക്കെതിരെ ഇത്രയും ഒരു ആക്രമണം ഉണ്ടായിട്ട് ഒരു മൊഴിയെടുപ്പ് പോലും നടക്കുന്നില്ല എന്നുള്ളത് ശരിക്കും കേരളം ഇപ്പോൾ ഒരു ഏകാധിപത്യ ഭരണത്തിലോട്ട് പോകുന്നതിന്റെ തെളിവുകളൊക്കെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരുപാട് തെളിവുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഏകാധിപത്യ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിട്ട് കുറച്ചധികം കാലങ്ങളായി. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണെന്ന് പറയാം. അതായത് ഇവിടെ ഡേവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന ഒരു SFI കാരൻ എത്രത്തോളം ആക്രോശിച്ച് ഒരു കാര്യത്തെ മുഖവിലേക്ക് എടുക്കുകയും ആക്രോശിച്ച് ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു SFI കാരൻ തന്നെയായിരുന്നു അഭിലാഷ് ഡേവിഡ് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ജാതകം കുത്തിത്തിരുകി ഈ ഷാഫി കൊണ്ടിവിടെ എത്തിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിലേക്കാണ്. ഷാഫി പറമ്പിനെ പോലെയുള്ള MP-യുടെ മൂക്കിന്റെ പാലം അടിച്ച് തകർത്തിട്ട് അങ്ങനെ ഇവിടെ കിടന്ന് വിലസാമെങ്കിൽ അത് ഈ കാലത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമാകുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഏകാധിപത്യ രാജ്യത്ത് നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പും കണ്ടതാണ്. സ്വർണ്ണപ്പാളി അടക്കം അടിച്ചുകൊണ്ട് പോയിട്ടും ഇവിടെ മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു മന്ത്രിസഭയും മന്ത്രിസംഘവും ഒക്കെ ആണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുമെന്ന് എന്റെ തെളിവിന്റെ മറ്റൊന്നാണ് അത്. എന്തായാലും ഷാഫി പറമ്പിനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ എവിടെയായിരുന്നു, മൂക്കിന്റെ പാല നേരെയാകാത്തതാണോ വരാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇതുപോലെയായിരുന്നു. വലിയ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം വലിയൊരു സ്ക്രീനിലൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. എന്നാൽ രാഹുൽ ഗാന്ധി അതുമായി മുന്നോട്ട് പോരുന്നെങ്കിൽ, കേസുമായി കോടതിയിലേക്ക് പോരുന്നുവെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ മടിച്ചു. പിന്നെ എന്തിനാണ് ഈ പുകിലൊക്കെ ഉണ്ടാക്കിയതെന്ന ചോദ്യമാണ് ഉള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയല്ല ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഷാഫി കൃത്യമായി, ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും തന്റെ നേർക്ക് വരുന്ന ഒരു ആരോപണം, നമുക്ക് നേരത്തെ അറിയാം, ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക് ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിന് ഒരു 24 മണിക്കൂറിന് പോലും ആയുസ് ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ ഷാഫി വരുന്നു, കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. തെളിവുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തോട്ടെ എന്ന് പറയുന്നു. അവിടെ പരാതി കൊടുക്കുന്നില്ല. തന്നെ ചൊറിഞ്ഞാൽ വീണ്ടും തനിക്കിട്ട് കിട്ടും, തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കാണാമെന്ന രീതിയിൽ ഷാഫിയാണ് പോലീസിന് പരാതി കൊടുക്കുന്നത്. ഷാഫി കൊടുക്കുന്ന പരാതിക്കൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി എടുക്കുന്നത് വളരെ വൈകിയാണ്. അന്നും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. വളരെ വൈകിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. എന്നാൽ PP ദിവ്യയുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാജൻസ്കറുടെ കാര്യത്തിലായിക്കോട്ടെ, ഷാജഹാന്റെ കാര്യത്തിലായിക്കോട്ടെ, വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ അധിക സമയമൊന്നും അവർക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എവിടെയും അവിടെയും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഷാഫിയുടെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരല്ലാത്ത ആൾക്കാർക്ക് പോലും, അതായത് ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത, അതിൽ കൃത്യമായ പാർട്ടിയിൽ വിശ്വസിക്കാത്ത അനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ കൃത്യമായി വാർത്തകൾ ശ്രദ്ധിക്കുന്ന, പത്രങ്ങൾ നോക്കുന്ന, എന്നാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ പല സംശയമുണ്ട്. ഷാഫിക്ക് ഈ മൂക്കിന്റെ പാലത്ത് എന്തെങ്കിലും സംഭവിച്ചോ, ഇതും ഈ പറയുന്ന പോലെ തന്നെ തിരുട്ട് നാടകമാണോ, രാഷ്ട്രീയ നാടകമാണോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി നൽകിയത്. കൃത്യമായി മാധ്യമങ്ങളുടെ വാർത്ത സഹിതം, വീഡിയോ സഹിതം, ചിത്രങ്ങൾ സഹിതം, പേരുകൾ സഹിതം കൃത്യമായാണ് ഷാഫി നൽകിയത്. എന്തേ ഇത്രയും ദിവസം വൈകി എന്ന ചോദ്യത്തിന് ഉത്തരം ഷാഫി പറയുന്നുണ്ട്, വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി വരാനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ അഭിഷേക് ഡേവിഡ് എന്ന് പറയുന്ന ഇയാളെ കുറിച്ച് പോലീസ് സൈറ്റിൽ യാതൊരു തരത്തിലുമുള്ള വിവരാവകാശവും ഇല്ല. എന്നാൽ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് അവരോട് നമ്മൾ ചോദിച്ചപ്പോഴോ അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഉയരുന്ന സംശയം ഷാഫിയെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഷാഫിയല്ല XY, അവിടെ മറ്റേതെങ്കിലും കോൺഗ്രസ് അണികളായിക്കോട്ടെ, അവരെ ആരെങ്കിലും ഇല്ലാതെയാക്കാൻ വേണ്ടി CPM കൊടുത്ത ഒരു കൊട്ടേഷൻ ആയിരുന്നു. അതും ഈ പറയുന്ന പോലെ തന്നെ ഈ അഭിലാഷ് എന്ന് പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ SFIയുടെ വിശ്വസ്തനായ ഒരു നേതാവാണ്, വിശ്വസ്തനായ ഒരു അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ
അടിമയ്ക്ക് കൊടുത്ത ഒരു കൊട്ടേഷൻ ആയിരുന്നു ഇതെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേ എന്ന് നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും. കാരണം ആ തെളിവുകളാണ്, അത്തരത്തിലുള്ള തെളിവുകളാണല്ലോ ഇപ്പോൾ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്നത്. അഭിലാഷ് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്നെ ഞാൻ കേട്ടിരുന്നു ഷാഫി പറഞ്ഞെല്ലാം പച്ചക്കള്ളമാണ് എന്ന വെണ്ടയ്ക്ക വലിപ്പത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ദേശാഭിമാനിയിലും കൈരളിയിലൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ അതൊന്നുമല്ല ഇവിടെ സത്യം. എന്നാൽ ഈ പറയുന്ന കൈരളിയോ ഈ പറയുന്ന ദേശാഭിമാനിയോ എന്തുകൊണ്ട് വിശദമായ വിവരം ഈ പറയുന്ന ഈ ഡേവിഡിൽ നിന്നും എടുത്തില്ല? ഒരു ദീർഘമായ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പറയുന്ന ഒരു വിശദീകരണമോ എടുക്കാമല്ലോ. അത് തന്റെ ഭാഗത്തു നിന്നും പോലീസ് സേനയ്ക്ക് ഇത് ഇന്നലെ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ തന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു തനി പോലീസ് ഗുണ്ടയുടെ ഭാഷയായിരുന്നു ഈ അഭിലാഷ് ഡേവിഡ്. ഈ അഭിലാഷ് ഡേവിഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ശ്രീജ പറയുന്നത് പോലെ SFIയുടെ ഒരു വലിയ പ്രമുഖ നേതാവ് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് 90കളിൽ. പിന്നീട് പോലീസിലേക്ക് കിട്ടുന്നുണ്ട്. പോലീസിൽ കിട്ടിയതിനു ശേഷം വഞ്ചൂർ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്റെ CPM-ന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജോലി വന്നു. അതെ അതെ അതുകൂടെ അത് പിന്നെ അറിയാലോ. CPM-കാരാകുമ്പോ ഏത് പിൻവാതിൽ നിയമനമാണെന്നുള്ള മുൻവാതിൽ നിയമനം എന്തായാലും കിട്ടത്തില്ല. പിന്നെ ഈ ശ്രീകാര്യം ആയിട്ട് മാറുന്നു. അവിടെ വെച്ച് ലൈംഗിക ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടു ഒരു പെൺകുട്ടിക്ക് എതിരെ, അതായത് പ്രതിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും മൊഴിയൊന്നും എടുക്കാതെ ഇരിക്കുകയും പണം വാങ്ങിക്കുകയും ആ ഒരു കേസ് തേച്ചുമച്ച് കളയാൻ നിന്നപ്പോഴാണ് അന്നത്തെ കമ്മീഷണറായിരുന്ന CH നാഗരാജു ഈ ഒരു സംഗതി അട്ടിമറിച്ചു എന്നുള്ള ഇതിന്റെ പേരിൽ പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകുന്നു. ഈ പിരിച്ചുവിടാനുള്ള നോട്ടീസ് നൽകി അവസാനം 1.5 വർഷത്തിന് ശേഷം ഈ പറയുന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇത് പറയുന്നു, ഇതിന് കൃത്യമായിട്ടുള്ള കാരണം കാണിക്കൽ കാര്യങ്ങൾ ഈ അഭിലാഷ് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിരിച്ചുവിടേണ്ട കാര്യമില്ല, ശമ്പളം താൽക്കാലികമായിട്ട് കട്ട് ചെയ്തിട്ട് ഇൻക്രിമെന്റ് കുറച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു പോലീസിലേക്ക്. അപ്പൊ പിരിച്ചുവിടൽ നോട്ടീസ് ഒരാൾ നൽകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് തിരിച്ചു കയറുന്നത് എന്നൊരു ചോദ്യം. പുറത്തായിരിക്കണം ഇനിയുള്ള നിയമനം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സേഫ് ആയിട്ട്, അതായത് നമുക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ തന്നെ ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് പോലീസുകാർ പലയിടങ്ങളിലായിട്ടുണ്ട്. നമുക്കാർക്കും അവരെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. ഇനി ഈ പറയുന്ന പോലെ തന്നെ ഒരു 5 പോലീസുകാരെ എവിടെയെങ്കിലും തിരികെ കയറ്റിയാൽ പോലും ആർക്കറിയാം ഇതിനെ കുറിച്ച്? ആർക്കും ഒന്നും അറിയില്ല. മാത്രമല്ല ഇത് ഇവിടെ കൊണ്ട് ഈ അഭിലാഷം നിർത്തിയില്ല, പിന്നീട് റെയിൽവേയിലേക്ക് മാറ്റുന്നു ഇയാളെ. റെയിൽവേ ചെന്നപ്പോഴോ അത് ഓം പ്രകാശ് പോലുള്ള തനി പ്രസിദ്ധി ആർജിച്ച ഗുണ്ടകളുമായിട്ട് കമ്പനിയാവുന്നു. ഗുണ്ടകളുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു മീഡിയേറ്ററായിട്ട് പോകുന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് ഒരു പിരിച്ചുവിടൽ എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോകുന്നത്. അതായത് പിരിച്ചുവിടൽ സംഗതിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പണം, അതായത് ഈ ഗുണ്ടകളിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുക, ഭൂമി ഇടപാട് നടത്തുക, ഇങ്ങനെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അഭിലാഷ് ഡേവിഡ്. അപ്പൊ ആ വ്യക്തി ഇന്നലെ പറഞ്ഞത് എന്താണ്? ഷാഫിയുടെ അടുത്തല്ലായിരുന്നു, ബസ് സ്റ്റാൻഡിന്റെ അവിടെ ആയിരുന്നു ഡ്യൂട്ടി എന്ന്. അപ്പോൾ ഷാഫിയുടെ അടുത്ത് നിന്നത് ആര്? ഞാൻ മറ്റേ ഇതിന്റെ കാക്കി ഹെൽമെറ്റാണ് ഞാൻ വെച്ചത്, കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആളാണ്. അങ്ങനെയാണ് കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആരാന്ന് ഈ അഭിലാഷ് പറയട്ടെ. അപ്പൊ മാത്രമല്ല ഈ റൂറൽ SP തന്നെ പറഞ്ഞിട്ടുണ്ട് ബോധപൂർവം ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾ ചെയ്തതാണെന്ന്. അപ്പൊ ബോധപൂർവം ചെയ്തെന്ന് റൂറൽ SP പറയണമെന്നുണ്ട് ഇയാളെയും കൊണ്ട് ഒരുപക്ഷെ സഹപ്രവർത്തകർ പോലും പൊറുതി മുട്ടിക്കാണുമായിരിക്കും. അത്രയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ട് സർവീസ് റെക്കോർഡിൽ കാണാൻ പറ്റും. ഈ റൂറൽ SP-ക്കെതിരെ നടപടി വന്നിട്ടില്ലല്ലോ. കാരണം അങ്ങനെ നടപടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും SP ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു പറയുമെന്ന ഭയം. അപ്പോൾ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അഗ്നിപർവ്വതം പോലെ ഷാഫി വീണ്ടും ഉയരുന്നത്. സത്യത്തിൽ ഷാഫി ഇതുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിപ്പോൾ ഷാഫിക്ക് പകരം ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാളെ കൊന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. എത്ര ആളുകൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ പോലീസിന് നരനായാട്ടിൽ, അതിപ്പോൾ UDF ഭരിക്കുമ്പോഴായിക്കോട്ടെ LDF ഭരിക്കുമ്പോഴായിക്കോട്ടെ, ഈ പറയുന്ന നരനായാട്ടിൽ ഇപ്പോഴും ജീവച്ഛവം പോലെ കിടക്കുന്ന എത്ര വീടിന്റെ നാഥന്മാരുണ്ട്, വീടിന്റെ പ്രതീക്ഷകളുണ്ട്. അവർക്കാർക്കും യാതൊരു തരത്തിലുമുള്ള ഒരു പുല്ല് വില പോലും നൽകാത്ത സാഹചര്യമാണ്. പിന്നെയല്ലേ ഒരു MBK എന്നൊരു മട്ട്. ഇതിപ്പോൾ ഷാഫി ആയതുകൊണ്ട് അവർ എങ്ങനെ പ്രതികരിച്ചു? ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ, മറ്റേതെങ്കിലും ഈ പറയുന്ന മന്ത്രിമാരെയോ MLA-മാരെയോ ഒക്കെ ആയിരുന്നു ഇങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, അവരോടാണ് ഇങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഏത് തരത്തിലായിരുന്നേനെ ഈ പറയുന്ന മന്ത്രിസഭ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഗണേഷ് കുമാറിനെ ഒന്ന് കൈവച്ച് നോക്കട്ടെ, കാണാമല്ലോ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന്. ശിവൻകുട്ടിയെ കൈവെക്കട്ടെ, കാണാമല്ലോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത്. അതായത് ഈ റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും ഭയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞ റോഡിൽ നെഞ്ചു വെച്ച് നിൽക്കുന്ന എംപിമാരെ അടിച്ചൊതുക്കാൻ നോക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. എന്നിട്ട് ഷാഫി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ഈ ശബരിമല വിഷയം ഒളിപ്പിക്കാൻ എന്നെ അടിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ എന്റെ പിന്നാലെ വരുന്ന ഒരു 100 പേരെ അടിച്ചുകൊണ്ടോ ഒന്നും തന്നെ തീരാൻ പോകുന്നില്ല, അതിവിടെ ആരും മറക്കാൻ പോകുന്നില്ല എന്നുള്ളത്. എപ്പോഴും CPM-ന് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, ഇപ്പോൾ ഈ ശബരിമല വിഷയം ഒന്ന് മറക്കാനായിട്ട്
രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്നുകൂടി ഒന്ന് റീ എൻട്രിക്ക് വേണ്ടി അവർ ക്ഷണിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അത് മുളയിലെ നുള്ളിപ്പോയി, അല്ലെങ്കിൽ ചീറ്റിപ്പോയി, അടപടലം ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യം. രണ്ടാമതാണ് ഷാഫി പറമ്പിലിന്റെ വിഷയം. വീണ് കിട്ടിയ ഒരു സാഹചര്യം പോലെയാണ് അത് അവർക്ക് ഉണ്ടായിരുന്നത്. ഷാഫി പറമ്പിലിന്റെ വിഷയം നമ്മളെന്താ കണ്ടതാണ്, ശിവൻകുട്ടി അടക്കം പറഞ്ഞത്, ഓ ഇതല്ല ഇതിനപ്പുറം നമ്മൾ കൊണ്ടത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഓൾറെഡി ഇവർക്ക് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തിരക്കഥ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ഷാഫി പറയുന്നുണ്ട്, ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നത് എന്നുള്ളത്. ഇനി പുറത്തു വരാൻ വാട്സപ്പ് ചാറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും നടപടിയില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്ന് ഷാഫിയുടെ മൊഴി എടുക്കുമെന്ന് പറയുന്നു. അതും നോക്കണം, ഈ പറയുന്ന AI ക്യാമറ ഉപയോഗിച്ച് ഈ 6 സ്ക്രീനിൽ കണ്ടാൽ മതി നമുക്ക് ആരാണ് അടിച്ചതെന്ന് പറയാൻ പറ്റും. അതുപോലും പറയാൻ കഴിയാത്ത പോലീസുകാർക്ക് ഷാഫി അങ്ങോട്ട് തെളിവ് കൊടുക്കുകയാണ്, ഇതാണ് എന്നെ അടിച്ച പോലീസുകാരൻ, നിങ്ങൾ പിടിക്കൂ. അതെ, നിങ്ങൾ പിടിക്കുമെന്ന് ഷാഫി അങ്ങോട്ട് പറയുകയാണ്. എന്നിട്ടും പിടിക്കാൻ വയ്യ, എന്നിട്ടും നടപടി സ്വീകരിക്കാൻ വയ്യ, എന്നിട്ടും ഒരു ഇത് CPM-ന്റെ സ്ഥിരം പണിയാണല്ലോ ഈ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം. ഇത് നടത്തിയതാ, ഇതിന് തെളിവുണ്ട്. അതങ്ങനല്ല. ഏതെങ്കിലും ഒരു കാര്യം, അത് ഈ ഡിബേറ്റിംഗിൽ പോലും CPM പ്രവർത്തകനാണ് വന്നിരിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സമ്മതിച്ചു കിട്ടൂ? അവര് സമ്മതിക്കില്ല, അവര് അക്സെപ്റ്റ് ചെയ്യില്ല. ഈ തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തെങ്ങിൽ കെട്ടിയിരിക്കും. അല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ മൊത്തത്തിൽ വീണെന്ന് പറഞ്ഞിട്ട് വീണ ജോർജിനോട് കമ്പിട്ട് തിരികെ ചോദിച്ചു, നിങ്ങൾ ഇത് അലംഭാവമാണ് അല്ലെങ്കിൽ അശ്രദ്ധയാണ് സംഭവിച്ചതെന്നെങ്കിലും പറയും മന്ത്രി എന്ന് ചോദിച്ചണൊക്കെ പോലും അത് പറയില്ല. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. നമുക്ക് എപ്പോഴും VD സതീശനൊക്കെ എന്തെങ്കിലും നിയമസഭയിൽ പറഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും അവർക്ക് പാളിച്ചകൾ വന്നു എന്നുള്ളത് അവർ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ CPM-ൽ മാത്രമാണ് ഇനി എന്ത് ചെയ്താലും, എത്ര കൊലക്കുറ്റം ചെയ്താലും അവർ അത് ചെയ്തെന്ന് പറയത്തില്ല. അതായത് തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തെങ്ങിൽ കെട്ടിയ പശുവിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിന്റെ കയറിനെ കുറിച്ച് പറയും. അത് യാതൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുള്ള ഡിബേറ്റിലാണ് ഇത് ഏറ്റവും അതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും അവർക്ക് അറിയില്ല പറയാൻ, പക്ഷെ അവരുടെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പെട്ടും പോയി, അത് അവർ വിടത്തുമില്ല, മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഈ സംവാദം നടക്കുമ്പോൾ പറയാനൊന്നുമില്ല. അല്ല, PM ശ്രീ പദ്ധതിയെ പറ്റി ഇന്നലെ എന്തായിരുന്നു അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് പോലും. അത് എന്താന്ന് പോലും അറിയാത്ത ടീംസിനെ പിടിച്ചിരുത്തിയാണ് ഈ പറയുന്ന പോലെ തന്നെ അതായത് അവർ പെട്ടുപോയി. ഇത്രയും നാളും മോദിക്കെതിരെയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇനി സംസാരിച്ചില്ലെങ്കിൽ എങ്ങനെയാ സംസാരിക്കേണ്ടത് പോലും അറിയാത്തൊരു സാഹചര്യം. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു നടപടി സ്വീകരിച്ചേ മതിയാകൂ. ഇന്നിപ്പോൾ ഷാഫി എങ്കിൽ നാളെ മറ്റൊരാൾ വരാനുള്ള സാധ്യത വളരെ കുറവല്ല, കൂടുതലാണ്. കാരണം ഇത്തരം ക്രിമിനൽമാർ ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെക്കാൾ കാക്കിക്കുള്ളിലെ ഗുണ്ടകളെ കുറിച്ച് ഇതിനധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ക്രമസമാധാനം അപ്പാടെ തകരാൻ ഇതിനെക്കാട്ടിയും വലിയ സംഭവ വികാസങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നു. ഗതി കേട്ട് ഇപ്പോൾ കോടതി പറയുന്നുണ്ട്, കമ്പെടുത്തോളൂ, ടീച്ചർമാർക്ക് അടിക്കാനായി കമ്പെടുത്തോളൂ എന്ന് പറയുന്ന പോലെ തന്നെ പറയേണ്ടി വരും. ഇത്തരം ഗുണ്ടകളെ ഒതുക്കാൻ ഒരുപക്ഷെ കുറച്ചുകൂടി ധൈര്യശാലിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി വരേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. വേണ്ട, കാലം കഴിഞ്ഞല്ലോ, CPM-ന്റെ ഒരു ഭരണകാലം കഴിഞ്ഞല്ലോ, അടുത്ത തവണ വരട്ടെ. ഇന്നത്തെ ഷാഫിയുടെ ഈ വാർത്താ സമ്മേളനം താഴെ വന്നൊരു കമന്റാണ്, ഷാഫി മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളത്. എന്തായാലും ഭാവി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നമുക്കും ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ നമുക്ക്. തീർച്ചയായിട്ടും.